അമ്മേ ഞാനൊരു കാര്യം പറയാം, സത്യം പറയാം. അറിയാൻ മേലാത്തവരുടെ അടുത്ത് കേൾക്കും. കഞ്ഞി കൊടുക്കാനല്ല എന്നെ വഴക്കുണ്ടാക്കി. നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാ കൂട്ടമ്മേ, എന്നാ പറ്റി, എന്നാ പറ്റി? കുളിച്ചോ? ആ ഇല്ലേ? കുളിച്ചില്ലെങ്കിൽ എലിക്കുട്ടമ്മ തലേ കെട്ടി വയ്ക്കുകയല്ലോ. കുളിച്ചില്ലെങ്കിൽ എലിക്കുട്ടമ്മ തലേ കെട്ട് കെട്ടിയല്ലോ. ഈ നേരത്ത് കുളിയൊന്നുമില്ലേ? പിന്നെ എപ്പോഴാണ് കുളിക്കണേ? വീട്ടിൽ ചെന്നിട്ടോ? ആഹാ, എന്നാൽ ഇന്ന് കുളിയൊന്നും നടക്കുകയല്ലോ. വീട്ടിൽ ചെന്നിട്ട് ആര് കുളിപ്പിക്കാനാ? വേണ്ടേ? വെള്ളം കിണറ്റിലുണ്ട്. അതെടുത്ത് സോപ്പും വീട്ടിൽ സോപ്പും ഒക്കെ ഉണ്ട്. ദേഹത്ത് തേക്കുന്നതൊക്കെ ഉണ്ട്. പിന്നെ അതെടുത്താൽ മതിയോ? താളി ഒരു പൈസ മുടക്കും ഒന്നുമില്ല. പൈസ മുടക്കൊന്നുമില്ല കുളിക്കുന്നതിന് പൈസ മുടക്കൊന്നുമില്ല. വീട്ടിൽ നിന്ന് എല്ലാം ഇതൊക്കെ തരും. ആണോ? പിന്നെ വേറെ ആരാ തന്നെ ആരെയാ നോക്കിയാൽ കിട്ടാൻ? താളിയോ? താളി എവിടുന്ന? താളി വേണ്ട. താളി തലേ തൂക്കാൻ. താളി തലേ തൂക്കണ താളിയില്ലേ? താളി അതെവിടുന്നാ പറിക്കണേ? താളി എവിടുന്നാ കിട്ടുന്നത്? താളി തലേ തൂക്കാനുള്ള താളി. അത് മണ്ണും കല്ലൊക്കെ ആയിട്ട് പോണതാ. കുളിച്ചാണോ ഒന്ന്? എലിക്കുട്ടിയമ്മ കുളിച്ചാണോ? എലിക്കുട്ടിയമ്മ കുളിച്ചതാണോ ഒന്ന്? ഇന്ന് കുളിച്ചതാണോ ഒന്ന്? പിന്നെ എപ്പോൾ കുളിച്ചേ? കുളിച്ചിട്ട് വള്ളിയിൽ പോയോ? ഉച്ചയ്ക്കോ? അതെന്തിനാ? ഇനിയിപ്പം വീട്ടിലേക്ക് പോവുക. നീ വീട്ടിൽ ചെന്നിട്ട് ഒന്ന് മേല് കഴുകുള്ളൂ. ഇനിയും മേല് കഴുകണോ? ആവിയാ? ഭയങ്കര ചൂടാ. അത് ശരിയാ. രണ്ടാമത് കുളിച്ചാലും കുഴപ്പമൊന്നുമില്ല. വിശപ്പ് അതുപോലെ ഭയങ്കര ചൂടാ. കൊണ്ടുപോകാനുണ്ട്. പിന്നെ ഒരു വിഷമമില്ല. ഇപ്പം ആരാ കൊണ്ടുപോകാനോ? ആരുമില്ലേ പിന്നെ എങ്ങനെയാ പോണേ? ആരുമില്ല പിന്നെ എങ്ങനെയാ വീട്ടിൽ പോണേ? ആരും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ വീട്ടിൽ പോണേ? വീട്ടിൽ പോകുന്നേ ഏത് പിള്ളേരെ കൊണ്ട്? പിള്ളേരാരാ അവിടെയുള്ളേ? പിള്ളേരാരെങ്കിലും ഉണ്ടോ? ചക്ക കഴിക്കാൻ തുടങ്ങി. ഇപ്പോഴാണ് കഴിക്കുക. ആദ്യം രണ്ടും താക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴാണ് കഴിക്കാൻ തുടങ്ങി. കൂടെയാന്നുള്ളു. കൂടെയാ അവിടെ വയ്ക്കാൻ അതെ 3-4 നല്ല മുട്ടൻ ചക്ക. മൂത്ത് കണ്ടവാനായ മൂത്തൊന്നുമില്ല, നോക്കാൻ തുടങ്ങണേ ഉള്ളൂ. ഞാൻ കണ്ട് പഴുക്കും. അത് ഇഞ്ച. ആരുടെ പ്ലാവാ അത്? ആരുടെ പ്ലാവാ? ആ പ്ലാവ് എടുക്കണോ? ചക്ക ആരുടെയാന്ന്? അതൊക്കെ എടുക്കണോ? ആരുടെയാന്നത്? അതിപ്പോൾ അറിയത്തില്ലല്ലോ. മറന്നുപോയോ? അവിടെ അടുത്തുള്ളവർക്കറിയാം. അവരെടുക്കും. മറ്റേ കൊണ്ടക്കലക്കാരെയാന്ന് പറഞ്ഞത്. അത് മറന്നുപോയി. അടുത്ത് കിടക്കുന്നവരങ്ങനെയല്ലേ? പിന്നെ അതൊക്കെ അതെ. അടുത്ത് കിടക്കുന്നവരാരാ? ഇവിടെ അടുത്ത് കിടക്കുന്നവരാരാ? എവിടെയാ? ഇവിടെ എനിക്കറിയത്തില്ല. ഇല്ലേ? ഇവിടുത്തെ അമ്മ മകനെ കൊണ്ട് വരുമ്പോൾ ഇവിടെ ഒക്കെ നോക്കി കാണിച്ചു എടുത്ത് ഇറക്കി പറഞ്ഞൊക്കെ എടുത്ത് കൊണ്ടുപോയത്. ഏത് മകനെയും കൊണ്ട് വരുമ്പോഴാ? അമ്മ ഏത് മകനെയും കൊണ്ട് വരുമ്പോഴാ? വീട്ടിലേക്ക്. ഏത് മകനെയും കൊണ്ട് അമ്മ ഇവിടെ വന്നെ? ഏത് മകനെയും കൊണ്ട് അമ്മ ഇവിടെ വന്നെ? മകനെയും കൊണ്ടല്ലേ വന്നെ? ഏത് മകനാ? ഏത് മകനാ? മകൻ്റെ പേരെന്നാ?
അമ്മയുടെ കാര്യമാണോ? എൻ്റെ സ്ഥലത്തൊന്നുമില്ല, പിന്നെ ഞാനും പേരൊക്കെ അറിയാം. അമ്മായിമ്മയുടെ കാര്യമാണോ പറയണമെന്ന് മനസ്സിലാകുന്നില്ല. പഴയ ഏതോ ഒരു കാര്യമാണ് പറഞ്ഞത്. ആരെയോ മകനെ കൊണ്ട് വന്നു ഇവിടെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന പറഞ്ഞു. ആരെ കാര്യമാണെന്ന് അറിയത്തില്ല. ഇവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ അവിടെ പോയി. അടുക്കളയിലുള്ള പെണ്ണുങ്ങളൊക്കെ അവിടെ പോയെന്ന്. അടുക്കളയിലൊക്കെ തുറന്നിട്ടാ പോകണം. അതാ ചോദിച്ചാൽ അടുക്കളയിലുള്ള പെണ്ണുങ്ങളൊക്കെ അവിടെ പോയി. പെണ്ണുങ്ങളൊക്കെ അവിടെ പോയി. ജനല എല്ലാം തുറന്നിട്ട് തുറന്നിട്ടേക്കോ? അതേ ചോദിച്ചേ. പല ജീവികൾ കയറി വരികയെ പിന്നെ ഇരിക്കുന്നതൊക്കെ എടുത്തോണ്ട് പോകും. എടുത്ത് കണ്ടവർ ചുവന്നോണ്ട് പോകും. ഇത്രയും അറിയാൻ മേലാത്തവരാ. അതേ നീ പെണ്ണുങ്ങളൊക്കെ അവിടെ പോയിരിക്കും. മൃഗത്തിന് ഇവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ അവിടെ പോയിരിക്കും. എന്ത് തണുപ്പാ. തണുപ്പൊന്നുമില്ല, കാറ്റുണ്ട്, അത്രേ ഉള്ളൂ. തണുപ്പൊന്നുമില്ല, ചൂടല്ലേ. ചൂടത്ത് ചെറിയ കാറ്റ് കിട്ടുമ്പോൾ ഒരു ചെറിയ ആശ്വാസം, അത്രയേ ഉള്ളൂ. എന്നാ ആരാ? അന്ന് പോയി മണ്ണവിടെ കിണർ കുത്തണ. അവിടെ ബിജു അവിടെ കിണർ കുത്തണ. അവർ മണ്ണ് കോരിക്കൊണ്ട് ഇടുന്ന. പട്ടി ഇട്ടോണ്ട് പാത്രം ഇട്ടോണ്ട് ജാക്കുമല്ലേ, അവന് ചൂടത്ത് എന്തായാലും പണി വേണ്ടേ? ഒന്നാത്തിനും പാത്രം. അവന് ചൂടത്ത് എന്തായാലും പണി വേണ്ട. തീറ്റ കഴിഞ്ഞിട്ട് അവനിട്ട് കളിക്കുന്നതാണ്. അത് തീറ്റയൊക്കെ തിന്നിട്ടേ. അത് തീറ്റയൊക്കെ തിന്ന് കഴിഞ്ഞിട്ടേ ചുമ്മാ നിൽക്കുമല്ലേ, അപ്പോൾ എടുത്തിട്ട് തട്ടുന്ന. എൻ്റെ പൊന്നമ്മ അവിടെ നോക്കുന്നുണ്ടല്ലോ. ഒത്തിരി ആൾക്കാർ പണിയുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ പണിയുന്നുണ്ട്. 3-4 പേര് പണിയുന്നുണ്ട്. പൊന്നമ്മ അവിടെ നോക്കുന്നുണ്ട്. അവനെ കളിക്കുന്നതാ നീ. അവനെ എന്തൊരു വിനോദം വേണ്ടേ? ഇല്ലടാ, ചുമ്മാ ഒന്ന് കളിക്കുന്ന. ഞങ്ങളൊട്ടൊരു ബന്ധമില്ല. അവർ പണിക്കാരാ. പണിക്കാർ. അവരവിടെ കിണർ കുത്തുക. കിണർ കുത്തുന്നതന്നെ. അത് കിണർ കുത്തണ. അവിടെ കിണർ കുത്തുക. ബിജു അവിടെ കിണർ കുത്തണ. ബിജു കിണർ കുത്തണ. അവർ കിണർ കുത്തുകാരാ. അവർ അവിടെ നിന്ന് മണ്ണലാണ്ട്. ഒത്തിരി പേരുണ്ട്. 5-6 പേര് വേണം. പിന്നെ കിണർ കുത്താൻ ആൾ വേണ്ടേ? കഴിഞ്ഞാടാ ജാക്കുവേ, എൻ്റെ തൂക്കട് കഴിച്ചോ? അവിടെ വാടകക്കാരാ താമസിക്കുന്നത്. വാടകക്കാരാ. രോമൽ അവിടെ നിന്ന് കപ്പക്കോല ഇരിക്കുന്നുണ്ട്. അത് മണ്ണേ. കിണർ കുത്തുന്നേ അവിടെ. കിണർ കുത്തണ. കിണർ ഇല്ല. അവിടെ കിണർ കുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർ മണ്ണെല്ലാണ്ട് വാരി കരക്കി കയറ്റുന്ന. അവർ 5-8 പേര് അവിടെ ഉണ്ട്. ഉണ്ടോ? 5-8 പേര് അവിടെ മണ്ണ് കരക്കി കുത്തുന്നതാണ്. പിന്നെ ചിലവില്ല. അല്ലെ കിണർ കുത്താൻ പറ്റുമോ? ഉണ്ടോ? പൊന്നമ്മ നോക്കി ഇവിടെ നിൽക്കുന്നുണ്ടോ? ആരാ പോണേ? എവിടെ പോവാ? കന്നേലി അയച്ചുകൊണ്ട് പോവല്ലേ? കന്നേലി അയച്ചു കെട്ടാൻ പോവാ. പൊന്നമ്മ അവിടെ നോക്കി അവിടെ നിൽക്കുക. ഉണ്ടോ? അവർ കിട്ടുമല്ല. അവർ കിണറ്റിൽ നിന്ന് മണ്ണ് വലിച്ചു കയറ്റുന്ന. അവർ കിണറ്റിൽ നിന്ന് മണ്ണ് വലിച്ചു കയറ്റുന്ന. അവൾ കൂടി കൂട്ടിക്കയറി. കണ്ടോ? അവൾക്ക് വീടൊക്കെ അറിയാം. അതാണ്. അവൾക്ക് വീടറിയാവുന്നതുകൊണ്ട് അവൾ കൂട്ടി വീട്ടിൽ കയറി. അവൾക്ക് വീടറിയാം. അതുകൊണ്ട് അവൾ ഓടി വീട്ടിൽ കയറി. അവൾക്ക് വീടറിയാവുന്നതുകൊണ്ടേ അവൾ ഓടി വീട്ടിൽ കയറി. അങ്ങ് മാറി നോക്ക്. ഇവിടെ അങ്ങ് മാറി നോക്കാൻ മേലേ? ഇതിനാളല്ലേ പുറത്തിറങ്ങിയിട്ട്? ഇറങ്ങി നോക്ക്. എവിടെ? അവിടെ തുണി മുറ്റത്തിട്ടിരിക്കുന്നതാണ് തുണി. ശരിയാ. അങ്ങ് ഇറങ്ങുന്നുണ്ടോ?
ചിക്കൊന്നും വേണ്ട വഴക്ക് നോക്കിയിട്ട് എന്നാ വഴക്കുണ്ടാക്കിയോ? ഇങ്ങനെ വെച്ചോണ്ട് പോകണം. എന്നെ കാണണ്ടെന്ന് ഓർത്തോണ്ട് ഞാൻ ഇങ്ങനെ വെച്ചോണ്ട് പോകുന്നത്. എന്നോട് വഴക്കുണ്ടാക്കാനല്ല, ഇല്ല. ഞങ്ങൾ കാണാതിരിക്കാൻ. കഞ്ഞി കൊടുത്തതിനെല്ലാം എന്നെ വഴക്കുണ്ടാക്കി. ആണോ? നമ്മൾ വർത്തമാനം പറയാൻ വന്നപ്പോൾ കാണിക്കുന്നുണ്ടോ? ഇത്രയും നേരം ഇത്രയും നേരം വിടാ എന്നിട്ട് കാണിക്കുന്നുണ്ട്. കഞ്ഞി കൊടുത്ത് പിന്നെ വഴക്കുണ്ടാക്കി. ആ പട്ടി ആ പാത്രത്തിൻ്റെ പരിപാടി ഇപ്പോൾ തിരുത്തും. ആണോ? കറി ഉണ്ടാക്കിയിട്ടൊക്കെ ഇന്നലെ ഉണ്ടാക്കിയ ആണോ? കറിക്കെല്ലാം കുറ്റം പറഞ്ഞെന്ന്. കറിക്കല്ല എലിക്കുട്ടിയമ്മ കുറ്റം പറഞ്ഞെന്ന്. അല്ല കറിക്കേ ഉച്ചക്കത്തെ കഞ്ഞിക്ക് നമ്മുടെ അരിടാ ചട്ടിയുടെ പുറത്ത് കിടക്കുന്നുണ്ടോ? ഇവനെ കൊണ്ട് മടുത്തു പോകുള്ളൂ കേട്ടോ. ഉണ്ടോ അവനോട്ട് ഉരുട്ടുന്ന പണി കണ്ടോ? എന്നാടാ കാണിക്കുന്നത്? ചെറുതിലേപ്പിക്കല്ലോ നീ. ഉണ്ടോ ഉണ്ടോ? പാത്രം ഇട്ടാ കളി അവൻ്റെ. ആ വട്ടം ഇട്ട് വന്നേ അവനെ കളിയാ നീ. പാത്രം ഇട്ട് അവൻ കിടന്ന് കളിക്കുന്നു. ഉണക്ക തിന്നാ ചോറ് കൊടുത്താൽ തിന്നും അതുമില്ല. ഇത് കളിയാ. ആ കിടന്ന് കളിക്കണം. കളിക്കുന്നവൻ. എലിക്കുട്ടമ്മ എന്നാ ഇറക്കിയല്ല കുറ്റം പറയുന്നു പറഞ്ഞേ. ആ എലിക്കുട്ടമ്മേ ആ അവർ കിണർ ഉദയുന്ന എലിക്കുട്ടമ്മ കറിക്കല്ല കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞു. ഉച്ചക്കേ കറിക്കൊക്കെ കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞു. കറിക്ക് ആ ഉച്ചക്ക് കഞ്ഞി തന്നപ്പോഴേ ജോമോള് കഞ്ഞി തന്നപ്പോൾ കറിയെല്ലാം ചീത്തയായിരുന്നു ഇന്നലത്തെ ആന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞു. എലിക്കുട്ടിയമ്മ ആ എലിക്കുട്ടിയമ്മ കുറ്റം പറഞ്ഞെന്നാ പറഞ്ഞേ. ആ ജോമോളുണ്ടാക്കിയത്. കുറ്റം പറഞ്ഞില്ലേ? നാരങ്ങാവെള്ളം വെറും വെള്ളമൊന്നും കുടിക്കലാത്ത എലിക്കുട്ടിയമ്മ നാരങ്ങാവെള്ളം കുടിക്കുന്നു. വാ പഞ്ചസാരക്കാരിക്ക് മധുരക്കാരി ഒരു വെറും വെള്ളം കൊടുത്തയച്ചിട്ട് ഇത് കൊടുത്താൽ മതി. പറയണൊക്കെ കാര്യം എല്ലാവർക്കും. എന്നൊക്കെ കുറ്റം പറഞ്ഞേ? എനിക്ക് വേണ്ട, കുടിച്ചോ. കഞ്ഞിക്ക് എന്നായിരുന്നു? കഞ്ഞിക്ക് എന്നായിരുന്നു കുഴപ്പമുണ്ടായിരുന്നേ? കഞ്ഞി കുടിച്ചപ്പോൾ എന്നായിരുന്നു കുഴപ്പമുണ്ടായിരുന്നെന്ന്? കുടിച്ചപ്പോഴേ എന്നായിരുന്നു കുഴപ്പമുണ്ടായിരുന്നത്? കറിയൊന്നും പുള്ളിയിലായിരുന്നോ? പട്ടിയല്ല, അമ്മയിന്ന് ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചില്ലേ? കഞ്ഞി കുടിച്ചപ്പോൾ കറിക്ക് കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞു. അതാ ചോദിച്ചേ. ഏലിക്കുട്ടിയമ്മ ഇപ്പൊ വല്ല ഓർക്കുന്നുണ്ടോ? പറഞ്ഞു വന്നപ്പം പോയില്ല, അന്നേരം വന്ന് ഇതൊക്കെ പിടിച്ചു വെക്കണ്ടേ? ഇപ്പൊ ചോദിച്ചാൽ അതിന് വല്ല ഓർമ്മയുണ്ടോ? എന്നതാ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ ചോദിക്കുന്നിടത്ത് അതിനോട് ചോദിക്കാവോ? അത് വല്ലതും പറയാം. ഇപ്പൊ എന്താണോ സംഭവിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ നോക്കിയാ. എനിക്ക് വേണ്ട. കൊണ്ടുപോകല്ലേ? എവിടെ കൊണ്ടുപോ? അടുക്കള കൊണ്ടോ വെച്ചാൽ പോരെ? അവിടെ വെച്ചേരി. എവിടെ കൊണ്ടുപോകാൻ? നീ നാളെ ഇന്ന് വൈകുന്നേരം കുടിക്കണ്ടല്ലേ? നാളെ അല്ലേ വൈകുന്നേരം വെള്ളം കുടിക്കാനുള്ളല്ലേ? ഇവിടെ കൊണ്ട് ഇവിടെ പോയി ആരാ വീട്ടിലോട്ട് വരാൻ? ആരും കൊണ്ടുപോകാനും ഇല്ലെന്നാ പറഞ്ഞേ. വീട്ടിലോട്ട് ആരും കൊണ്ടുപോകാനും ഇല്ലെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോകണമെന്നും പറയുന്നുണ്ട്. എനിക്കറിയാൻ മേല. ആരെങ്കിലും ഉണ്ടോ കൊണ്ടുപോകാൻ? ഇപ്പം പറയുണ്ടെന്ന് എനിക്ക് എന്ത് ആങ്ങളമാരുണ്ട്, നാത്തൂമാരുണ്ട്, ചേച്ചിമാരുണ്ട്, അനീത്തിമാരുണ്ട്, അവരുണ്ട്, ഇവരുണ്ടെന്നൊക്കെ അങ്ങ് പറയും. ആയിക്കോട്ടെ, കൊണ്ടുപോകാൻ എലിക്കുട്ടിയമ്മ. മനസ്സിലായില്ല പാപം. കുളിപ്പിച്ചാണോ? കുളിച്ചില്ല. പിന്നെ അമ്മേനെ കുളിപ്പിച്ചത് 12 മണിയായപ്പോഴാണ് കുളിപ്പിച്ചത്. അമ്മ ഇപ്പൊ സമയം 3:45. അമ്മ ഓർത്തിരിക്കൂ? 10 മിനിറ്റ് സമയം അമ്മ ഓർത്തിരിക്കല്ല. അമ്മ ഒരു കാര്യം ചെയ്തതോ പറഞ്ഞതോ പിന്നെ എങ്ങനെ ഇത്രയും സമയം വ്യത്യാസത്തിന് അമ്മ എങ്ങനെ ഓർത്തിരിക്കാനാ? കുട്ടിയമ്മ ഇന്ന് കുളിച്ചായിരുന്നോ? കേട്ടോ, ഇന്നലെ കുളിച്ചതല്ലേ? ഇടയ്ക്ക് പറഞ്ഞു, രണ്ടാമത് പറഞ്ഞു കുളിച്ചെന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു കുളിക്കാതെ തല കെട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു. പറഞ്ഞു ഇനി മേല് കഴുകി വീട്ടിൽ പോകുന്നതോടെ മേല് കഴുകണമെന്ന് പറഞ്ഞു. ആ സന്ധ്യയായിപ്പോ ആണോ? പിന്നെ സമയമില്ലായിരുന്നല്ലേ? കിടക്കാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കിടക്കാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ. കിടക്കാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ. കൊച്ചുങ്ങളൊക്കെ ആയപ്പോൾ ആണോ? ഒരു കാര്യത്തിനും ഒരു തടസ്സമില്ല. ഒരു കാര്യം തടസ്സമില്ല. പിന്നെ തടസ്സം? പിന്നെ എന്നാ തടസ്സം? ശരിയാവില്ലേ? ഇവിടെ നമ്മൾ ഇത്രയും പേരില്ലേ? നമ്മൾ 3-4 പേര് കൂടി ഉണ്ടല്ലോ. ആ അത് പോരെ, ഇനി പതി കൂടുതൽ വേണോ? ഇത് തന്നെ കൂടുതലാന്നാ പറയണേ. അവനായിരിക്കും. ഇല്ല, ഞങ്ങളെ കൊണ്ടൊന്നും ചെന്നില്ല. ഞങ്ങൾ നേരെ അങ്ങോട്ട് പുറത്തോട്ട് പോരുക ചെയ്ത്. പഴം തിന്നിട്ട് കിടന്നോ? പഴം തിന്നിട്ട് ചായയും കുടിച്ചിട്ട് കിടക്കാം. ഓ ഓ ചുമ്മാ പണ്ട് പോലെയുള്ള ഡയലോഗുകളൊക്കെ അതൊക്കെ ആക്ഷനും ഒക്കെ അറിയാൻ മേലാത്തവരുടെ അടുത്ത് കേൾക്കും, അല്ലാത്തവരുടെ അടുത്തൊന്നും ഏക്കിയല്ല. ഈ ഫാൻ ഇട് എലിക്കുട്ടി, ഫാൻ ഫാൻ ഇട് ഇട്. യോ ചൂട് ചൂട്. കാറ്റ് വേണ്ടേ? കാറ്റ് അത് ഇട്. ആ സ്വിച്ച് ഇട്, സ്വിച്ച് ഇട്, സ്വിച്ച് ഇട്. ആ സ്വിച്ച് പുറകില അങ്ങോട്ട് ഇട്. അല്ല എല്ലാം തെളിക്കണതല്ലേ? 1 2 3 4 എന്നൊക്കെ പറഞ്ഞ് അത് ഇട്ടാ മതി. ആ സ്വിച്ച് ഇട്ടാ മതി, കറങ്ങിക്കോളും. യോമോൻ ഇട്, യോമോൻ ഇട്, യോമോനെ ഒന്ന് കുത്തി കുത്താൻ. കാറ്റ് വരട്ടെ. എലിക്കുട്ടം മൊത്തം കുത്തണാണല്ലോ. നിരപ്പേ കുത്തുന്നതായിരുന്നു. അതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റിയല്ല, അന്നത്തെ ഒക്കെ കാണിക്കേണ്ടിയിരുന്നു. അതെ, ഇന്നത്തേക്കായിരുന്നു കാണിക്കേണ്ടത്. അയ്യോ ഇപ്പൊ ഒന്നും അല്ല എലിക്കുട്ടിയമ്മ, ഇപ്പൊ ഒന്നും അല്ല, ഇപ്പൊ ഒന്നും ഇല്ല. ഇപ്പം പാപം കുട്ടിയായിപ്പോയി. എനിക്ക് കണ്ണറിയത്തില്ല. ആ പ്ലാവിൽ എത്ര ചക്കയുണ്ടെന്ന് എണ്ണി പറഞ്ഞേ. ആ പ്ലാവിൽ എത്ര ചക്കയുണ്ടെന്ന് എണ്ണി പറയാൻ പറ്റൂലേ എലിക്കുട്ടിയമ്മക്ക്? അതെ, ചക്കൊന്നും ആയില്ലല്ലേ മേ? നമ്മുടെ ചക്കയെല്ലാം എണ്ണി 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 ചക്കയെല്ലാം കുഞ്ഞായിപ്പോയി. എന്ത് ചക്കയാണോ ഉണ്ടായേക്കണേന്ന് എന്ന് പറയായിരുന്നു. അതാ അതാരുടെയാണെന്നും അമ്മയ്ക്കറിയാം. അമ്മയ്ക്ക് മക്കളെ ഒന്നും അറിയത്തില്ല, അതുള്ളൂ. ചക്കയും ചക്കയുടെ പ്ലാവിന്റെ ഉടമസ്ഥനെയൊക്കെ അമ്മയ്ക്ക് അറിയാം. ആരുടെയാണോ? അയ്യോ എനിക്കൊന്നും അറിയത്തില്ല. ചോദിക്ക, എനിക്കറിയാതെ ആരുടെയാന്ന്. അതുപോലെ എലിക്കുട്ടിയമ്മയ്ക്കും അറിയാതെ ആരുടെയാന്ന്. അങ്ങനെ ചോദിക്കാം. അതാണ് ഉദ്ദേശിച്ചത്. കൊടുക്കും. പിന്നെ നമ്മൾ ഇവിടുന്ന് കൊടുക്കണതാ, അപ്പൊ നമുക്കും തരും. ആരുടെയാ അത് പ്ലാവ്? ഇന്ന് മറന്നുപോയി. ഞാൻ ചോദിച്ചു, ആരെയാന്ന് അറിയത്തില്ലെന്ന് പറയും. ആരെയാ വന്നാ? എന്റെയാ, അവിടെ വെച്ചേരെ. കഴുത്തേന്നല്ല, കയ്യിൽ പിടിക്കാനുള്ളതാ, കയ്യിൽ പിടിച്ചോണ്ട് നടക്കാനുള്ളതാ. എനിക്കെപ്പോഴും കൈ വെച്ചോണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ എലിക്കുട്ടിയമ്മേനെ പോലെ? അല്ല, ഞാൻ വല്ല വഴിക്കൊക്കെ പോകുമ്പോഴാ ഇത് സ്ഥിരമായിട്ട് വീട്ടിലിരിക്കും. വെറുതെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല, പുറത്തോട്ട് പോകുമ്പോഴാ ഞാൻ കൊണ്ടുപോണേ. പുറത്തോട്ട് വെറുതെ നമ്മള് പുറത്തോട്ടൊക്കെ യാത്ര പോയല്ലേ? യാത്ര പുറത്തോട്ട് പോകുമ്പോഴാണ് ഞാനത് കൊണ്ടുപോണേ കൂടുതലും. ആ കൊന്ത അമ്മയുടെ കയ്യിൽ ഇപ്പൊ അമ്മ വെച്ചേക്കുമല്ലേ. ഇനി അത് അമ്മയുടെ സ്വന്തമായി. ഇനി മറന്നു പോകും. തരിയല്ല, അതെന്റെ കൊന്തയാന്ന് പറഞ്ഞ് സമ്മതിക്കുകയല്ല. ആ ബലം പിടിച്ച് വേണം മേടിക്കാൻ.
ചോറ് തങ്ങിയിട്ട് താഴെ പോയി ഇങ്ങനെ നടക്കണ വഴി പോയാലൊന്നും അറിയാം. അടുത്തല്ലേ ഇട്ടോണം, അടുത്ത നടന്നോണം കുറച്ച്. നിന്നേച്ച് ഇപ്പൊ നല്ല തീയ ഉച്ച കഴിഞ്ഞ് തെളിയുന്നത്. ആർക്കറിയാം, നമുക്ക് മാത്രം മഴയില്ല. അവിടെ വെച്ചേക്ക്, ഞാൻ എടുത്തോളാം. അവിടെ ആയിരുന്നത് എലിക്കുട്ടിയമ്മ ഇരിക്കുന്നിടത്തായിരുന്നത്. ഇവിടെയാണ്. ആ അവിടെ വെച്ചാൽ ആ, രണ്ടും ഒരു കളറാ. കൊടുക്കാനാ? ഇത് ആർക്ക് കൊടുക്കാനാ? കന്നുകാലിക്കല്ലേ? നീ വന്നാ ഇങ്ങനെ പോരെ, അവിടെ ആരുമില്ല, അവിടെ ആരുമില്ല, ഇങ്ങനെ പോരെ. ഇതാ മുറി, അവിടെ ആരുമില്ല, അവിടെ ആരുമില്ലെന്ന് ഇങ്ങനെ പോരെ. ആരുമില്ലെന്നേ. ആരാ കിടക്കണേ? അവിടെ ആരാ കിടക്കണേ? അവിടെ ആരാ കിടന്നോണ്ടിരുന്നേ? അത് തുണിയാ. അല്ല, നേരത്തെ അവിടെ കിടന്നോണ്ടിരുന്നത് ആരാന്നാ ചോദിച്ചേ. കുട്ടിയമ്മയ്ക്ക് അറിയാവോ? അറിയത്തില്ലല്ലേ? ഞാനങ്ങോട്ട് കയറിയില്ലായിരുന്നല്ലോ. കുട്ടിയമ്മ പറഞ്ഞോണ്ടിരുന്നതല്ല, മറന്നുപോയി. നല്ല പോയെന്ന്. ഇനി ഒന്നും ഇല്ലാണ്ടാവും. ഞാൻ പോട്ടെ, ചായ നോക്കട്ടെ, അടുത്ത വെച്ചിട്ടുണ്ട്. പക്ഷെ എവിടെ ഉണ്ടോ? കിടാവ് എവിടെ ഉണ്ടോ? കിടാവ് എവിടെ ഉണ്ടോന്ന്? കിടാവ് തൊഴുത്തിൽ വല്ലവരും ഉണ്ടോന്ന്? തൊഴുത്തിലെ വല്ലവരും ഉണ്ടോന്ന്? തൊഴുത്തിലേ ആ ആ പശുവാണോ നിൽക്കണേ? അത് പശുവല്ലേ? കിടാവല്ലേ? കിടാവല്ലേ? പശുവല്ലല്ലോ. പശുവല്ലേ? അത് കിടാവാ. അത് കിടാവല്ലേ? ആ, പശുവല്ല. നമ്മുടെ പൊന്നിക്കിടാവ്. ആ, അവളവിടെ നിന്നോണ്ടിരിക്കുക. എന്നാ കൊച്ചേ? എന്നാ കൊച്ചേ? എന്നാ അമ്മയാണോ? ഇതാണോ അമ്മ? ഇതാണോ അമ്മ? ആ, അമ്മയല്ലേ? മനുഷ്യനാണോ? അമ്മയല്ലേ? ഞാൻ അമ്മയാന്നാ വിചാരിച്ചേ. എല്ലാവരും മനുഷ്യരാന്നേ. അല്ല, അമ്മയല്ലേ? അമ്മയുടെ ചോദിച്ചിട്ട് അമ്മയല്ലേ അത്? അമ്മയല്ലേ അത്? അമ്മയല്ലേന്ന്? അമ്മ ആ, ആരുടെ അമ്മ? നീ അമ്മയല്ലെന്ന് ഞാൻ അമ്മയാ. പുള്ളി പുള്ളി പറയൂ. പുള്ളിയുടെ അമ്മയാ ഇത്. ഈ പുള്ളിയുടെ അമ്മയാ ഇത്. ഈ പുള്ളിയുടെ അമ്മയാണ് ഈ അത്. അതെന്നാ അല്ലേ? അയ്യോ, ശരി. അമ്മ വെളുത്തിരിക്കുന്നത് കറുത്തിരിക്കുന്നു, അതുകൊണ്ടായിരിക്കും അല്ലേ? പക്ഷെ അതൊക്കെ ചേർത്തായിരുന്നല്ലോ. വേറെ എത്ര പേരാണ്? എനിക്ക് ഈ ആങ്ങളമാരും നാത്തൂമാരും ചെടുത്തിരീത്തിമാരുടെ ഒന്നും കാര്യങ്ങൾ കേൾക്കുന്നേ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. ഉണ്ടെങ്കിൽ മക്കളുടെ കാര്യം പറ, അതേ നേരെ പോകുള്ളൂ. ഈ ആങ്ങളമാരും നാത്തൂമാരുടെ ഒന്നും കാര്യം പറയാവുന്നു. ആങ്ങളമാരൊന്നും ആരെയും കാണാറില്ല. ആകെപ്പാടുള്ള മക്കൾ മാത്രമേ ഉള്ളൂ. തിന്നക്കട്ട കെട്ടി വെച്ചു. കെട്ടിയവനും കാണും. ഇപ്പൊ കെട്ടിയവൻ ഇല്ലാതെ പോയില്ലേ? അല്ല, കെട്ടിയവൻ പിന്നെ കെട്ടിയവന്റെ പേര് പറയണം. നമ്മളൊക്കെ ആരാ? അമ്മയുടെ കെട്ടിയവൻ ആരാ? ആഹാ, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കൂല അവതക്കൊച്ചിനെ കണ്ടില്ലെന്ന്. എത്ര വർഷമായി മരിച്ചിട്ട്? മരിച്ചിട്ട് എത്ര വർഷമായി? 2 വർഷമായിട്ടോ? 2 വർഷം? 2 വർഷമായുള്ളൂ? അതൊന്നുമല്ല, അതിലേക്ക് കൂടുതലായി. അതിന്റെ കൂടെ 20 കൂടെ ഇട്ടോ? അതെ, 20 കൂടെ ഇട്ടു. ആ, അതൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ ഒരു 20 കൂടെ ഇട്ടോളെ. 10-60 വയസ്സ് പ്രായം. ആ, 10-65 വയസ്സുണ്ടായിരുന്നു. അവിടെ മരിച്ചു പോയി. നമുക്ക് പോയേക്കാം.
വീട്ടിൽ പോയേക്കാം. പോകുന്നുണ്ട്. വരുമോ? ഞാൻ വന്നോ? എനിക്ക് നിർബന്ധമില്ല. പിന്നെ എന്തിനോട് ചോദിച്ചേ? ആരെങ്കിലും വല്ല അങ്ങനെ ഇപ്പൊ ആരും പോണില്ല. ഏഹ് എല്ലാവരും വേണമെങ്കിൽ ഒന്ന് കൊണ്ടോട്ടെ. ഞങ്ങളാരും കൊണ്ടാക്കാനൊന്നും പോണില്ല. അമ്മയ്ക്ക് ആങ്ങളമാരും നാത്തുമാരും ചെടുത്തിമാരും അനീത്തിമാരൊക്കെ ഇല്ല. അതൊക്കെ ഒന്ന് കൊണ്ടോട്ടെ. അതൊക്കെ കേട്ടതാ നീ. അതൊക്കെ കേട്ടതാ നീ. അതൊക്കെ ആൾക്കാരല്ല, ബന്ധുക്കളായിട്ടും സഹോദരങ്ങളായിട്ടും അയൽക്കാരായിട്ടും ബന്ധുത്രാദികളായിട്ടും ഒക്കെ ഒരയൽക്കാരെ ഇങ്ങോട്ട് കാണാനില്ലല്ലോ. മാറി മറിച്ചൊക്കെ കയറിയ ഒരയൽക്കാരെ ഇങ്ങോട്ട് കാണാനില്ലല്ലോ. അതുകൊണ്ടൊന്നും വലിയ കുഴപ്പമൊന്നും ആരും ഒന്നും ആക്രമിക്കാറില്ല. അമ്മേ, ഞാനൊരു കാര്യം പറയാം. ഒരു സത്യം പറയാം. ഞാനൊരു സത്യം പറയാം. ഈ അയൽവക്കംകാരെ ഒന്നും നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. അമ്മ പണ്ടൊരു ഡയലോഗ് പറയുമായിരുന്നു, എനിക്ക് ആരും വേണ്ട, എൻ്റെ അയൽവക്കംകാരൊക്കെ ഉണ്ടെന്ന്. അയൽവക്കംകാരുണ്ടെന്നൊക്കെ പറയാം. നമുക്ക് ആരോഗ്യം ഉള്ളപ്പോഴും ഓർമ്മയുള്ളപ്പോഴൊക്കെ അയൽവക്കംകാർ പല കാര്യങ്ങൾക്കും വേണ്ടിയൊക്കെ നമ്മളായിട്ട് ഉപയോഗിക്കും. നല്ല അയൽവക്കംകാരുണ്ടെന്നേ, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. സ്വന്തം കാര്യം പെരുമാറുമ്പോൾ തന്നെ ഉണ്ടെന്നേ. പക്ഷെ എല്ലാവരുടെ അയൽവക്കംകാരൊന്നും അങ്ങനെ ആവണമെന്നില്ലെന്നാ ഞാൻ പറഞ്ഞത്. അയൽവക്കംകാരൊക്കെ ഉണ്ട് നല്ലവര്. ചായ കുടിക്കുന്നുണ്ടോ? ചായ കുടിക്കുന്നുണ്ടോ? ചായക്ക് ചൂടാ. വാ പൊള്ളിച്ചിട്ട് കഴിക്കട്ടെ. നാരങ്ങളും കുടിച്ചതല്ലേ ഉള്ളൂ. ഉടനെ അമ്മ കഴിക്കുന്നില്ല. അവിടെ വെക്കും ഇവിടെ വെക്കും, ഇന്നാ കുടിച്ചോ അത് കുടിച്ചോ നീ കുടിച്ചോ എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. നമുക്ക് ശരിക്കും ദാഹിക്കട്ടെ അല്ലേ എലിക്കുട്ടിയമ്മേ? നമുക്ക് നടക്കാൻ പോകാം. നമുക്കൊന്ന് നടക്കാൻ പോകാം. നടക്കാൻ എലിക്കുട്ടിയമ്മേനെ കൂട്ടിക്കൊണ്ട് പോകാന്നാ പറഞ്ഞേ. ഞാൻ കൈ പിടിച്ചോണ്ട് പോവാം. നമുക്ക് നടക്കാം. എല്ലാ നേരം എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ നടക്കണം എന്നാ പറഞ്ഞേ. പിന്നെ മേലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ കടപ്പിലായി. അത് ശരിയാ. വീടും പരിസരവും അല്ലേ, വീടിനകത്തൊക്കെ ആയിട്ട് നടന്നാ മതി അല്ലേ? വീടിനകമൊക്കെ ആയിട്ട് നടന്നാ മതി അല്ലേ? പിന്നെ കൊച്ചുങ്ങളെ പിന്നെ ആങ്ങളമാരും ആട്ടുമാരും ഒക്കെ കൊച്ചുങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുക്ക പോകണം. ആങ്ങളുടെ കാര്യമാണോ പറയുന്നത്? അവരെ വീട്ടിൽ പാടി എടുത്ത് പോണെന്ന്. അന്ന് ആങ്ങളമാരുടെ അടുത്ത് പൊക്കോട്ടോ. ആങ്ങളമാരുടെ അടുത്ത് പൊക്കോ. ടാറ്റ. എവിടെയാ? ആങ്ങളുടെ അടുത്ത്. എവിടെയാ? അമ്മയ്ക്കല്ലേ അറിയാവുന്നത് അമ്മയുടെ ആങ്ങളെ എവിടെയാന്ന്. ഞാൻ പോയല്ല. ഞാൻ ചോദിച്ചും കേട്ട് പോകാൻ പോവാണ്. അമ്മ ചോദിച്ചും കേട്ട് പോവായിരിക്കും. ആവശ്യമില്ല. പിന്നെ ആരുടെ കൂടെ നിക്കണേ? അമ്മയുടെ മക്കളെന്ന് പറ. മക്കൾ മക്കളുടെ അടുത്താ നിക്കുന്നേന്ന് പറ. എവിടെയാണ്? മക്കളുടെ അടുത്താ നിക്കുന്നേന്ന് പറ. എത്ര ഉണ്ടെന്ന് എന്നെ കൂടെ പറ്റിയല്ല പറയാം. മക്കളുടെ അടുത്താ നിക്കണെന്ന്. എലിക്കുട്ടിയമ്മ നിക്കുന്നതേ മക്കളുടെ അടുത്താന്ന്. മക്കൾ എത്ര പേരുണ്ടെന്ന്? മക്കളുടെ അടുത്താ നിക്കുന്നതെന്ന്. ഞാനോ? അവിടെയാ നിക്കണ്ടേന്നാ പറഞ്ഞത്. ദോഷമില്ല. അവിടെയാ നിക്കേണ്ടത്. അവകാശം അവിടെയാ. നമ്മളെല്ലാവരും വെവ്വേറെയാ. എല്ലാരും ഒരുപോലെയൊന്നും അല്ല. ആരാ അമ്മയുടെ ഇത് പറഞ്ഞ? എനിക്കറിയത്തില്ല. ഞാനിത് കണ്ടിട്ടില്ല. ഞാനിത് കേട്ടിട്ടുമില്ല. എല്ലാവരും ഒരുപോലെയാണ്. പറ്റാവുന്ന രീതികളൊക്കെ ചെയ്യാൻ ആൾക്കാർക്ക് പണം ഉള്ളതനുസരിച്ചൊക്കെ എല്ലാവരും ഒരുപോലെ. പണം ഇല്ലാത്തവരെ ഒന്നും ആർക്കും വേണ്ട. എന്റെ എലിക്കുട്ടിയമ്മ ഇങ്ങനത്തെ ഡയലോഗൊക്കെ പറയാതെ. എല്ലാവരും ഒരുപോലെയാണ്. വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.